എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നത് വൈറ്റ് കളർ ബ്യൂട്ടിയാണ്. എന്ന് വെച്ചാൽ 2017 വരുന്ന ഇസഡ്, അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഡീറ്റെയിൽ സ്കിപ്പ് ചെയ്ത കണ്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് വരാം. ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുകയോ. നല്ല നല്ല വണ്ടികൾ. ഈ വണ്ടിക്ക് ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ല. ആദ്യം തന്നെ പറയാം, അത് കാണിച്ചു തരാം. ഒരു റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റിയിൽ ഫുൾ സർവീസ് റെക്കോർഡ് കമ്പനിയിൽ നിന്നുണ്ട്. ആ സർവീസ് റെക്കോർഡിൻ്റെ അകത്ത് ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. റീസെൻ്റ്ലി, അതായത് സർവീസ് മാത്രമേ വണ്ടിയിൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വണ്ടിയിലെ ഡീറ്റെയിൽസിലേക്ക് തന്നെ പെട്ടെന്ന് വരാം. ഇത് 2017 മോഡലാണ്. സിംഗിൾ ഓണറാണ് വണ്ടി വരുന്നത്. വൈറ്റ് കളർ, അതായത് വൈറ്റ് കളർ ഇപ്പം നിലവിൽ ഇവിടെ കിട്ടാനില്ല. അപ്പം വൈറ്റ് കളറിൽ കിട്ടിയേക്കുന്ന വണ്ടിയാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് അടക്കം ഒറിജിനലാണ് വരുന്നത്. യാതൊരു തരത്തിലുള്ള ചേഞ്ചസും ഇല്ല. അതായത് കോഡ് കാര്യങ്ങളൊക്കെ ഇറ്റയിലുണ്ട്. നിങ്ങൾക്ക് ആ ഫ്രണ്ടിലേക്കുള്ള വ്യൂ തന്നെ നോക്കാം. അതായത് ഹെഡ്ലൈറ്റ്, അതേപോലെ ബോണറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. ഫ്രണ്ട് ഗ്ലാസ് ഒറിജിനലാണ്. ഇനി ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ക്വാർട്ടർ ഗ്ലാസ് കോഡ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഇനി ഈ സൈഡിലേക്ക് വരുമ്പോൾ ഗ്ലാസും അതേപോലെ തന്നെ ഡോറുകളും എല്ലാം ഒറിജിനലാണ് വരുന്നത്. പിന്നെ നമ്മൾ സൈഡിൽ നിന്ന് തന്നെ തുടങ്ങുന്ന സമയത്ത് സൈഡ് മിറർ കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഡോറ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഡോറിൻ്റെ ഉൾഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ഷെയ്ഡോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. പേസ്റ്റിങ് പഞ്ചിങ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. റബ്ബേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങളെ അഴിച്ച് കാണിക്കാൻ പറ്റും. നല്ല ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത്. ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന വണ്ടിയാണ് വരുന്നത്. ഇനി ബാക്ക് സൈഡിലെ ഡോറിലേക്ക് വരുമ്പോൾ യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ പേസ്റ്റിങ് അതേപോലെ തന്നെ പഞ്ചിങ് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വർക്കോ യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നും നിലവിൽ വണ്ടിക്കില്ല. ഒറിജിനലാണ്. നല്ല ക്വാളിറ്റിയിലുള്ള വാഹനമാണ്. അതായത് വൈറ്റ് കളറിൽ നിങ്ങൾ ഒരു വണ്ടി മേടിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെയല്ല, മിസ് ചെയ്യാതെ തന്നെ മേടിച്ച് നല്ല ക്വാളിറ്റിയുള്ള വാഹനമാണ്. യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റും ഇല്ല. ക്വാർട്ടർ സൈഡിലേക്ക് വരുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. 2.8 ഇസഡ് ആണ്. അതായത് 2.8ലാണ് പവർ കൂടുതൽ. നല്ല പവറിൽ നിങ്ങൾക്ക് വണ്ടി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഓട്ടോമാറ്റിക്കലി 2016 തൊട്ട് 2020 വരെ 2.8 ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ. പിന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് തന്നെ കാണാൻ പറ്റും. ലൈറ്റിനൊരു ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. രണ്ട് സൈഡിലും ഡിക്കി ഓപ്പൺ ആക്കുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. പേസ്റ്റിങ് അതേപോലെ പഞ്ചിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത്. ഇതിൻ്റെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത്. യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെറിയ ഗ്രീസ് കാര്യങ്ങൾ മാത്രമേ ഇരിക്കുന്നുള്ളൂ. ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ സൈഡും ഒരേപോലെയാണ് വരുന്നത്. ഇനി ഡിക്കി ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പേസ്റ്റിങ് പഞ്ചിങ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഡിക്കി ഗ്ലാസും ഡിക്കി ഒറിജിനലാണ്. എന്ന് വെച്ചാൽ ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്, ഡിക്കിയുടെ കോഡ് കിടപ്പുണ്ട്. ഡിക്കി ഒറിജിനലാണ് വരുന്നത്. ഈ സൈഡിലേക്ക് വരുമ്പോൾ യാതൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. ഷോറൂം കണ്ടീഷൻ, അതായത് പെർഫെക്റ്റ് ഷോറൂം കണ്ടീഷനുള്ള വണ്ടിയാണ് വരുന്നത്. പിന്നെ ഡോറിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഡോറ് കാണാൻ സാധിക്കുന്നത് ഒരു ഡാമേജസോ പഞ്ചിങ്ങിൻ്റെ അപാകതകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഡോർ പാഡ് കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതായത് ഷോറൂമിൽ എങ്ങനെയാണ് വണ്ടി വരുന്നത് അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഫ്രണ്ട് സൈഡിലെ ഡോറിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് യാതൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. പഞ്ചിങ് പേസ്റ്റിങ് എല്ലാം പെർഫെക്റ്റ് ആണ് വരുന്നത്. ഇതാ റബ്ബർ കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു കാണാൻ പറ്റും. പഞ്ചിങ് പേസ്റ്റിങ് ഒക്കെ പെർഫെക്റ്റ് ആണ്. ഇനി അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുന്ന സമയത്ത് ക്വാർട്ടർ ഗ്ലാസ് മെയിൻ ഗ്ലാസ് ഒറിജിനലാണ് വരുന്നത്. ഇനി ടയർ ഭാഗത്തേക്ക് വരുമ്പോൾ ഗുഡിയറിൻ്റെ ടയേഴ്സാണ് ഇട്ടേക്കുന്നത്. ഒരു 85-90% ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ടയേഴ്സും നല്ല കട്ടയുള്ള ടയേഴ്സാണ് വരുന്നത്. ഇനി നമുക്ക് ഇന്ത്യൻ ഭാഗം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇന്ത്യൻ ഭാഗത്തേക്ക് വരുമ്പം അതിൻ്റെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങൾ, അടിയിലെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് സീറ്റിൻ്റെ. പിന്നെ 7 സീറ്ററിലാണ് വരുന്നത്. അതും ഒറിജിനൽ ലെതറിൽ വരുന്ന സീറ്റേഴ്സ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത് ബ്ലാക്ക് വിത്ത് ബ്രൗൺ കളറിലാണ് ഈ ഇന്ത്യയിൽ ചെയ്തേക്കുന്നത്. പിന്നെ റിവേഴ്സ് ക്യാമറ, അതേപോലെ ബിഗ് സ്ക്രീന്, ക്രൂയിസ് കൺട്രോള് എല്ലാം, അതായത് A to Z ഫെസിലിറ്റി ഉള്ള വണ്ടിയാണ്. ഇസഡ് ഓട്ടോമാറ്റിക്, അതായത് ടോപ്പ് ഓഫ് ദ ലൈൻ ഇന്നോവ ക്രിസ്റ്റയുടെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഇത് 2017 വണ്ടിയാണ്. കിലോമീറ്റർ ഓടിയേക്കുന്നതെന്ന് വെച്ചാൽ 1,29,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ വണ്ടി. അതും വിത്ത് സർവീസ് റെക്കോർഡുണ്ട്. നമ്മൾ സർവീസ് റെക്കോർഡ് ചെക്ക് ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത സമയത്ത് ബമ്പറിന് മാത്രം ചെറിയ ടച്ചപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് സ്ക്രാച്ച് വന്നപ്പോൾ റിമൂവ് ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പം നമ്മൾ സർവീസ് ഹിസ്റ്ററി എടുത്ത് ചെക്ക് ചെയ്ത് പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്.
എല്ലാം A to Z കാര്യങ്ങൾ ജെന്യുവൻ ആണ്. യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു റബ്ബിങ്ങും പോളിഷിങ്ങും പോലും ചെയ്യണം. എന്ന് വെച്ചാൽ അത്ര നീറ്റ് ആൻഡ് കീപ്പായിട്ട് സൂക്ഷിച്ചേക്കുന്ന വണ്ടിയാണ്. ജെന്യുവൻ വണ്ടിയാണ്. യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റും ഇല്ല. ഫ്രണ്ട് ഗ്ലാസ് എടുത്ത് പറയുകയാണ് ഒറിജിനലാണ്. അതുകൊണ്ട് വിളിച്ച് ചോദിക്കേണ്ട. എന്ന് വെച്ചാൽ ഫ്രണ്ട് ഗ്ലാസ് ഒറിജിനൽ ആണെന്ന് ചിലവർ ചോദിക്കും. പക്ഷേ ഈ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് അടക്കം ഒറിജിനലാണ്. എന്ന് വെച്ചാൽ അവർ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ, അതായത് വണ്ടി വന്നപ്പോൾ ഉള്ള സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ അത്ര തന്നെ ഉണ്ട്. പിന്നെ ഫാസ്ടാഗ് അടക്കം അത്ര തന്നെ വണ്ടിയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുക. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 14,65,000 രൂപയാണ്. അതും നെഗോഷ്യബിൾ പ്രൈസാണ്, ചെറിയ രീതിയിൽ മാത്രം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജെന്യുവൻ ആയിട്ടുള്ള വണ്ടിയാണ്. അതായത് റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. സർവീസ് ഹിസ്റ്ററി ചെക്ക് ചെയ്താണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നമ്പർ വേണമെങ്കിൽ നമ്മൾ അയച്ചു തരാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണേണ്ടവർക്ക് വന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഡൽഹിയിലാണ് ലൊക്കേഷൻ വരുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഇത് കേരളത്തിലാണ്. ഡൽഹിയിലാണ് ലൊക്കേഷൻ വരുന്നത്. ഇത് നല്ല അടിപൊളി പ്രൈസുമാണ്, നല്ല ക്വാളിറ്റിയുള്ള വാഹനമാണ്. ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ല. ഫുള്ള് സർവീസ് കമ്പനിയിൽ നിന്നുണ്ട്, ലാസ്റ്റ് സർവീസ് വരെ കമ്പനിയിൽ നിന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ നല്ലൊരു വാഹനം സ്വന്തം. പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള ഘടകം എന്ന് പറഞ്ഞാൽ എഞ്ചിൻ റൂമാണ്. ജസ്റ്റ് എഞ്ചിൻ റൂമും കൂടെ നിങ്ങൾ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. എഞ്ചിൻ റൂം ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എഞ്ചിൻ റൂമിലേക്ക് വരുമ്പോൾ യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. പട്ടി, അതേപോലെ ഫെൻഡർ, റൈറ്റ് സൈഡ് ഫെൻഡർ, പിന്നെ ബോണറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. ഇന്ത്യയിലെ എക്സ്റ്റീരിയറിലും എഞ്ചിൻ റൂം അടക്കം വളരെ നീറ്റായിട്ട് കീപ്പ് ചെയ്തേക്കുന്ന വണ്ടിയാണ്. നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന വണ്ടി. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വാഹനമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ച് ബുക്ക് ചെയ്തോ. നല്ലൊരു വാഹനം, വൈറ്റ് കളറിൽ നിങ്ങൾ വീട്ടിലേക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു വാഹനം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് കൂടെ കൊടുക്കുകയോ. ഇതേപോലത്തുള്ള നോ റീപ്ലേസ്മെൻ്റ് ആയിട്ടുള്ള വണ്ടികൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഗ്രൂപ്പുകൾ ഫിൽ ആയിട്ടുണ്ടെങ്കിൽ വേറെ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് ത്രൂ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ വേറെ ലിങ്ക് അയച്ചു തരാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പം ഇതേപോലത്തുള്ള നല്ല വീഡിയോക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും വണ്ടി മേടിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.